ചില കാര്യങ്ങൾ രഹസ്യമായിട്ട് തന്നെ ഇരിക്കണം എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു കാര്യമായിരിക്കും ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. UFO അല്ലെങ്കിൽ UAP എന്ന് പറയുമ്പോൾ പൊതുവെ ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷനാണ്. ഈ കൺഫ്യൂഷൻ ഉണ്ടാക്കി തീർക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ തന്നെ കണ്ടുവരുന്ന സയന്റിഫിക് മീഡിയാസ് ആണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കാതെ ജനറലി ഇതിനെപ്പറ്റി എന്താണോ പറയുന്നത് അത് മാത്രം റിപ്പീറ്റ് അടിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ശരിക്കും സയന്റിഫിക് മീഡിയ എന്ന് പറയുന്നത്. എന്നാൽ സയൻസ് പറയുന്നത് മാത്രമാണ് ശരി എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് നമ്മുടെ സമൂഹത്തുള്ളത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെയാണ്. ഇത്രയും കാര്യങ്ങൾ ഉള്ളത് കൊണ്ടും സയന്റിഫിക് കമ്മ്യൂണിറ്റി UFO എന്ന് പറയുന്ന ഒരു സംഭവത്തെ എതിർക്കുന്നത് കൊണ്ട് തന്നെ ഒരു കൂട്ടം ആൾക്കാർ അല്ലെങ്കിൽ ഒരു ഭൂരിഭാഗം ആൾക്കാർ UFO എന്ന് പറയുന്ന ഒരു സംഭവത്തെ അധികം അങ്ങോട്ട് മൈൻഡ് ചെയ്യാറില്ല. ഞാൻ പണ്ട് പോലെ പറയാറുള്ള ഒരു കാര്യമാണ്, UFO എന്ന് പറയുന്നത് ഒരു ഏലിയൻ ആവണം എന്ന് നിർബന്ധമില്ല. നമ്മൾക്ക് പരിചയമില്ലാത്ത അല്ലെങ്കിൽ ജനറൽ പബ്ലിക്കിന് അറിയാൻ പാടില്ലാത്ത എന്തോ ഒരു ശാസ്ത്രമാണ് ശരിക്കും UFO എന്ന് പറയുന്നത്. ഈ സംഭവത്തെ പറ്റിയിട്ടുള്ള ഒരു ക്ലാരിറ്റി ഇപ്പോഴും നമ്മുടെ കൈവശം ഇല്ലാത്തതും അതിനെ പറ്റിയിട്ടുള്ള ഒരുപാടധികം ഡീറ്റെയിൽസ് പെന്റഗൺ റിലീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാടധികം ഇൻഫോർമേഷൻ ആണ് കിട്ടുന്നത്. ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് കോൺഫറൻസ് ഓൺ ഏലിയൻ ഫിനോമിന എന്ന് പറയുന്ന ഒരു സംഭവത്തെ പറ്റിയിട്ടാണ്. ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്നത് ഒരു കോൺസ്പിറസി തിയറിയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും തലയിൽ ഉദിച്ച ഒരു ഭാവനയോ ഒന്നല്ല. ഇത് ഗവൺമെന്റ് ഒഫീഷ്യലി റിലീസ് ചെയ്തിട്ടുള്ള ഫയൽസിന്റെ അകത്ത് നിന്ന് കിട്ടിയ ഒരു സംഭവമാണ്. അതും സയൻസിനെ മാത്രം വിശ്വസിക്കുന്ന ആൾക്കാർക്ക് കൂടി വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്. ഈ സംഭവം നടക്കുന്നത് ലോസ് ആലമോസ് സയന്റിഫിക് ലാബോറട്ടറിയിൽ വെച്ചിട്ടാണ്. ഓപ്പൺഹൈമർ ആദ്യമായിട്ട് ആറ്റം ബോംബ് നിർമ്മിച്ച അതേ ലാബോറട്ടറിയിൽ വെച്ച് നടന്ന ഒരു സംഗതിയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, ഇത് അത്യാവശ്യത്തിൽ കൂടുതൽ സീരിയസ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഒരു സയൻസും ഇതിനെപ്പറ്റി സംസാരിക്കില്ല. അതോടൊപ്പം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഇന്ന് രാവിലെ ഞങ്ങൾ വിളിച്ചായിരുന്നു. അദ്ദേഹത്തിന്റെ കൈവശം അദ്ദേഹം എടുത്ത ഒരു UFOയുടെ വീഡിയോ അടക്കമുണ്ട്. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ സ്വന്തം കേരളത്തിൽ വെച്ചെടുത്ത ഒരു വീഡിയോ ആണത്. അതിനെപ്പറ്റി വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഇന്ന് നമുക്ക് ഈ ഒരു ഫയൽ നോക്കാം. ഫ്രാങ്ക് ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ചെയ്തിരിക്കുന്ന ഒട്ടുമിക്ക UFO വീഡിയോസും ശരിക്കും പറഞ്ഞാൽ അതിന്റെ സ്റ്റോറി ലൈൻ മുഴുവനും സിമിലർ ആണ്. അതായത് ഒരാളോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരോ പറക്കുന്നളിയെ കാണുന്നു, അതിങ്ങനെ പലതരത്തിലുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നു. ഇത് തന്നെയാണ് ഞാൻ എപ്പോഴും പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ടന്റ് എല്ലാം ശരിക്കും പറഞ്ഞാൽ ബോറടിക്കും. പക്ഷേ UFO ഇൻസിഡൻസിന്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഭൂരിഭാഗവും ഇതേപോലത്തുള്ള കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. എന്നാൽ ഈ കോമൺ നരേറ്റീവിനേക്കാൾ വളരെയധികം ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് ഈ ഫയലിനകത്തുള്ളത്. ഒന്നാമത് ഇവിടെ UFOനെ കണ്ടിരിക്കുന്നത് സയന്റിസ്റ്റുമാരാണ്. രണ്ടാമത് ഈ ലോകത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള റോസ്വെൽ UFO ഇൻസിഡന്റ് നടക്കുന്നതിന് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു സംഗതി നടക്കുന്നത്. മൂന്നാമത് ഓപ്പൺഹൈമർ അറ്റോമിക് ബോംബ് നിർമ്മിച്ച ആ ഒരു സ്ഥലത്ത് വെച്ചിട്ട് തന്നെയാണ് ഇവർ ഈ ഒരു സംഗതിനെ കണ്ടിരിക്കുന്നത്. പിന്നെ നാലാമതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, 2026 ഈ ഒരു ദിവസം വരെ ഈ ഡോക്യുമെന്റ് സീൽഡ് ആയിരുന്നു. അതായത് പുറം ലോകത്തിൽ ആരും തന്നെ ഈ ഒരു സംഗതി കണ്ടിട്ടില്ല. ഡോക്ടർ ലിങ്കൺ ലെപ്പാസ്, ഇദ്ദേഹം വളരെയധികം റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു മീറ്റിയോർ ആസ്ട്രോണോമർ ആണ്. ഡിസംബർ 12, 1948 ആ ദിവസം ഒരു രാത്രി സമയത്തോടെ ആയപ്പോൾ നമ്മൾ സ്ഥിരം കേൾക്കുന്നത് പോലെ തന്നെ ഒരുപാടധികം UFOനെ ഇദ്ദേഹം കാണുന്നു. വളരെയധികം ബ്രൈറ്റ് ഗ്രീൻ കളറിലുള്ള പലതരത്തിലുള്ള പറക്കുനളികൾ ഹൊറൈസണിലൂടെ ഇങ്ങനെ പറന്നു പോകുന്നതാണ് ഇദ്ദേഹം കണ്ടത്. ഇദ്ദേഹം ഈ ഒരു സംഭവത്തിനെ കണ്ടതിന് ശേഷം ഇവർ നടത്തി വന്ന ഒരു കോൺഫറൻസിനെയാണ് കോൺഫറൻസ് ഓൺ ഏരിയൽ ഫിനോമിന എന്ന് പറയുന്നത്. അതും ഈ കോൺഫറൻസിൽ ഉണ്ടായിരുന്നത് നിസ്സാര ആൾക്കാരൊന്നും അല്ലായിരുന്നു. ആ കാലത്തെ ഏറ്റവും ഹയസ്റ്റിൽ നിൽക്കുന്ന ആൾക്കാരായിരുന്നു. 1995 നോബൽ പ്രൈസ് നേടിയ ഡോക്ടർ ഫെഡറിക് റെയിൻസ്, എഡ്വാർഡ് ടെല്ലർ, ഇദ്ദേഹമാണ് ഫാദർ ഓഫ് ഹൈഡ്രജൻ ബോംബ്. അപ്പോൾ ഇതേപോലുള്ള ഒരുപാടധികം ആൾക്കാർ ചേർന്ന ഒരു കോൺഫറൻസ് ആയിരുന്നു ഇത്. അതും ഈ കോൺഫറൻസ് നടത്തിയിരിക്കുന്നത് പറക്കുംതളികളെ പറ്റി ഡിസ്കസ് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇവിടുത്തെ ചർച്ച സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുത്തെ ഒരു ആർമി പേഴ്സണലിൽ നിന്നാണ്. ഇദ്ദേഹം പറഞ്ഞത് ഇദ്ദേഹത്തിന്റെ പൈലറ്റ്സ് എന്തോ പച്ച കളറിലുള്ള പറക്കുംതളികളെ അവർ കണ്ടു എന്നുള്ളതാണ്. അതും 1948 ഡിസംബർ മാസത്തിലാണ് ഇവർ ഈ ഒരു സംഭവത്തെ കണ്ടിരിക്കുന്നത്. ഇങ്ങനൊരു സംഭവത്തെ ഒരു മിലിറ്ററി പേഴ്സണൽ കണ്ടതുകൊണ്ട് തന്നെ ഇതെന്തായിരിക്കും എന്ന് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡോക്ടർ ലപ്പാസിനെ ഇവർ വിളിച്ചു വരുത്തിയത്. എന്നാൽ ഈ ആർമി പേഴ്സണൽസിന് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് ഡോക്ടർ ലപ്പാസിനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ട ഒരു കാഴ്ചയും കൂടിയാണത്. ഡോക്ടർ ലപ്പാസ് ആരാണെന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. അദ്ദേഹം ഒരു മീറ്റിയോർ ആസ്ട്രോണോമർ ആണ്.
ഇവിടെ നമ്മുടെ മിലിറ്ററി പേഴ്സണലിന്റെ ഏറ്റവും വലിയൊരു സംശയമാണ് ഇതെന്തെങ്കിലും ഒരു നാച്ചുറൽ ഫിനോമിനൻ ആയിരിക്കും, അതായത് എന്തെങ്കിലും ഒരു മീറ്റിയോർ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ആയിരിക്കുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ആ ഒരു സംശയം ഡോക്ടർ ലെപ്പാസ് അപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് കൊടുത്തു. ഇതൊരു നാച്ചുറൽ സംഭവമല്ല, ഇത് വേറെന്തോ ഒരു സംഭവമാണ്. സാധാരണ ഒരു മീറ്റിയോറൈറ്റിനെ നിങ്ങൾ കൺസിഡർ ചെയ്യുക, അത് എയറിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ ശബ്ദമുണ്ടാക്കും. അതോടൊപ്പം തന്നെ ഈ മീറ്റിയോറൈറ്റിന്റെ പുറയിൽ ഒരു വാലുണ്ടാവും. അതോടൊപ്പം തന്നെ ഈ മീറ്റിയോറൈറ്റ് യാത്ര ചെയ്യുന്നത് ഒരു കർവ് രീതിയിലായിരിക്കും. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഇത്തരം ഉൽക്കകളൊക്കെ താഴത്തേക്ക് വീഴുമ്പോൾ ചുറ്റുപാടുള്ള ആനിമൽസ് എല്ലാം ഒന്ന് പേടിച്ചോടുന്ന അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. പക്ഷേ ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ, ഈ സംഭവങ്ങളെല്ലാം ഇങ്ങനെ പറന്നു പോകുന്നത് ഇദ്ദേഹം കാണുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന ലക്ഷണങ്ങളൊന്നും ഇദ്ദേഹം അവിടെ കണ്ടിട്ടില്ല. പിന്നീട് ഇദ്ദേഹം വിവരിച്ച വേറൊരു കാര്യമുണ്ട്. ഇവിടെ ഇവർ കണ്ടിരിക്കുന്നത് ഒരു ബ്രൈറ്റ് ഗ്രീൻ കളർ ഒബ്ജക്റ്റിനെയാണ്. ഇദ്ദേഹത്തിന്റെ കരിയറിൽ ഇതുവരെ ഇത്രയും കളറുള്ള ഒരു മീറ്റിയോറൈറ്റിനെ ഇദ്ദേഹം കണ്ടിട്ടില്ല. അതോടൊപ്പം ഈ ഒരു സംഭവത്തെ ഇദ്ദേഹം പേഴ്സണലി കണ്ടിരുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ കൈവശം ഉണ്ടായിരുന്ന ഒരുപാട് സയന്റിഫിക് ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ച് ഒത്തിരി ഡാറ്റ അതിൽ നിന്ന് ഇദ്ദേഹം കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചു ദിവസം മുന്നോട്ട് പോകുന്നു. വീണ്ടും ഈ ഒരു സംഭവത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരും പയ്യെ മറന്നു പോകുന്നു. അപ്പോഴാണ് ജാനുവരി ആയപ്പോൾ ഇതേ സംഭവത്തെ വീണ്ടും ഇവർ കാണുന്നത്. ഇങ്ങനൊരു സംഭവത്തെ ഇവർ മൾട്ടിപ്പിൾ ടൈംസ് കണ്ടതുകൊണ്ട് തന്നെ ഇവർ വളരെയധികം സജ്ജമായിട്ടിരിക്കുകയായിരുന്നു. അതായത് ഇനി ഒരു സംഭവത്തെ കാണുകയാണെങ്കിൽ എന്തായാലും അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡാറ്റ ഇവർക്ക് കളക്ട് ചെയ്യണം. അതോടൊപ്പം ഈ ഒരു സംഭവം നടന്നതിന്റെ 2000 കിലോമീറ്റർ റേഡിയസിലുള്ള എല്ലാ ആൾക്കാരുടെയും ടെസ്റ്റിമോണി ഇവർ നേരിട്ട് പോയിട്ട് കളക്ട് ചെയ്തായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കാം, ഇത്ര അധികം കാര്യങ്ങൾ ഇവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് എത്ര അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അതിൽ നിന്നെല്ലാം ഇവർ കൺക്ലൂഡ് ചെയ്യുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, ഇതെന്താണെന്നുള്ളത് ആർക്കും അറിയില്ല. ഇവിടെ യാതൊരു രീതിയിലുള്ള ശബ്ദം ഉണ്ടാക്കുന്നില്ല, സോണിക് ബൂം ഉണ്ടാക്കുന്നില്ല. ഇതിന് വളരെയധികം ബ്രൈറ്റ് ആയിട്ട് കളറൊക്കെയാണ് ഇങ്ങനെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത് ശരിക്കും എന്താണെന്നുള്ളത് ഇപ്പോഴും ഒരു മിസ്റ്ററി തന്നെയാണ്. അതോടൊപ്പം ഡോക്ടർ ലെപ്പാസ് ചൂണ്ടിക്കാണിച്ച വേറൊരു കാര്യമാണ്, 1915 തൊട്ട് ആ ഒരു വർഷം വരെ ഇദ്ദേഹം ഏകദേശം 400ഓളം മീറ്റിയോറൈറ്റ്സിനെ പറ്റിയുള്ള ഡാറ്റ കളക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നുപോലും ഈ ഒരു കളറിൽ ഇവർ കണ്ടിട്ടില്ല. ഇനി അഥവാ ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള എന്തെങ്കിലും ഒരു മീറ്റിയോറൈറ്റ് ആയിരിക്കുമോ എന്ന് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടി ആ ഏരിയ മുഴുവനും ഇവരെല്ലാവരും സെർച്ച് ചെയ്യുന്നു. അതായത് ഈ മീറ്റിയോറൈറ്റ് ഭൂമിയിലേക്ക് വന്ന് പതിക്കുകയാണെങ്കിൽ അതിന്റെ കെമിസ്ട്രി ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു സംഭവത്തിന്റെ കളറിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് ഇവർ നോക്കിയതാണ്. പക്ഷേ അത് നടന്നില്ല. ഇവിടുത്തെ കുഴപ്പം എന്താ വെച്ചാൽ, അവർക്ക് ഇതൊരു UFO ആണ് എന്ന് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇവർ പല രീതിയിലുള്ള പോസിബിലിറ്റിയും ഇവിടെ അന്വേഷിച്ചു പോകുന്നത്. അതായത് ഇപ്പോഴത്തെ ആൾക്കാർ എങ്ങനെയാണ് ചിന്തിക്കുന്നത് അത് തന്നെയാണ് ഇവർ ചിന്തിച്ചിരുന്നത്. ഇത്തരം കാര്യങ്ങളെല്ലാം ഡോക്ടർ ലെപ്പാസ് കോൺഫറൻസിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങളാണ്. ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത് വെൽ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള സയന്റിസ്റ്റുമാരുടെ മുന്നിൽ വെച്ചാണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മറക്കരുത്. വെൽ സ്റ്റഡീഡ് ആയിട്ടുള്ളതും വെൽ റിപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു കോൺഫറൻസ് ആയിരുന്നു ഇവിടെ വെച്ച് നടന്നിരുന്നത്. ഇത് കേട്ടപ്പോൾ ഫാദർ ഓഫ് ഹൈഡ്രജൻ ബോംബ് പറയുന്ന ഒരു കാൽക്കുലേഷൻ ഉണ്ട്. അതായത് ഡോക്ടർ ലെപ്പാസ് കളക്ട് ചെയ്തിട്ടുള്ള എല്ലാ സയന്റിഫിക് ഡാറ്റ ഉപയോഗിച്ചും ഇദ്ദേഹം ഒരു കാൽക്കുലേഷൻ തുടങ്ങി. ഡോക്ടർ എഡ്വാർഡ് ടെല്ലർ ഇവിടെ ആദ്യമായിട്ട് കണ്ടുപിടിക്കാൻ നോക്കിയത് ഈ ഒരു സംഗതിയുടെ വലിപ്പമാണ്. ഇവർ പറയുന്ന അനുസരിച്ച് ഇത്രയും മോൾട്ടിറ്റ്യൂഡിൽ എത്ര വലിപ്പമുള്ള ഒരു സംഭവത്തിനായിരിക്കും ശബ്ദമൊന്നും ഇല്ലാണ്ട് പറക്കാൻ കഴിയുന്നത്. ഇതൊരു കാൽക്കുലേഷൻ മാത്രമാണ് കേട്ടോ. അതോടൊപ്പം ഈ ഒരു സംഗതി പുറപ്പെടുവിക്കുന്ന ബ്രൈറ്റ്നെസ്സും അത് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫാക്ടറും കൂടിയാണ്. അതിൽ നിന്ന് ഡോക്ടർ എഡ്വാർഡ് ടെല്ലർ പറയുന്ന ഒരു കാര്യമാണ്, ഈ ഒരു സംഗതിക്ക് വെറും 1 സെന്റിമീറ്റർ ക്യൂബ് വലിപ്പം മാത്രമായിരിക്കണം കാണേണ്ടത്. അത് വളരെയധികം സ്ട്രേഞ്ച് ആയിട്ടുള്ളതും വളരെയധികം വിചിത്രമായിട്ടുള്ള ഒരു നമ്പറാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം, ഇതിന്റെ ബ്രൈറ്റ്നെസ് അത് അത്രയും ദൂരത്ത് നിന്നിട്ട് പോലും ഇവർക്ക് വളരെയധികം വ്യക്തമായിട്ട് കാണാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ 1 സെന്റിമീറ്റർ ക്യൂബ് വലിപ്പമുള്ള ഒരു സംഗതിക്ക് ഇത്രയും ബ്രൈറ്റ്നെസ് എങ്ങനെ ഉണ്ടാക്കാൻ കഴിയും? അതൊരു ചോദ്യം. അതും ഈ കാലഘട്ടം കൂടി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ആ കാലഘട്ടത്ത് ഏത് ടെക്നോളജി ഉപയോഗിച്ചാണ് ഇങ്ങനൊരു സംഗതി അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത്? അത് പറക്കുന്നുണ്ട്, സൈലന്റ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അൺനോൺ ആയിട്ടുള്ള ഒരു മിസ്റ്ററിയാണ്. ഞാനും നിങ്ങളൊക്കെ ജീവിക്കുന്ന ഈ ലോകത്ത് നടക്കുന്ന ഒരു സംഗതിനെ പറ്റിയിട്ടാണ് ഇവരെല്ലാവരും പറയുന്നത്. ഇദ്ദേഹം ബേസിക്കലി ഒരു സയന്റിസ്റ്റ് ആയതുകൊണ്ട് തന്നെ സയൻസ് പറയുന്ന ഒരു സ്ഥിരം നരേറ്റീവ് ഉണ്ടല്ലോ, അതായത് ഇത് വേറെ എന്തെങ്കിലും ആയിരിക്കും എന്നുള്ളൊരു നരേറ്റീവ് ഉണ്ടല്ലോ, അത് തന്നെയാണ് ശരിക്കും ഇദ്ദേഹം പറഞ്ഞത്. അതായത് ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഒരു നാച്ചുറൽ ഫിനോമിനൻ ആവാനുള്ള സാധ്യതയെ പറ്റിയിട്ടാണ് ഇദ്ദേഹം പറയുന്നത്. അതോടൊപ്പം ഈ ഒരു കോൺഫറൻസിലുണ്ടായിരുന്ന വേറൊരു സയന്റിസ്റ്റ് പറയുന്നത് ഇത് ചിലപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ മൂലമുണ്ടായ എന്തെങ്കിലും ഒരു സംഗതി ആയിരിക്കാം എന്നുള്ളതാണ്. ഇവരെല്ലാവരും ഇത്തരത്തിലുള്ള കൺക്ലൂഷൻസിലേക്ക് പോകാനുള്ളതിന്റെ പ്രധാന കാരണം ഇവർക്കാർക്കും അതെന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണ്.
ഇത് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ട് അവർ പഠിച്ചിരിക്കുന്ന ശാസ്ത്രം ഉപയോഗിച്ച് അതിനെ സോൾവ് ചെയ്യാൻ നോക്കുന്നു. അതിനെയാണ് നമ്മളെല്ലാവരും ഡീബങ്കിങ് എന്ന് പറയുന്നത്. ഇനിയിപ്പോ എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം ഇതിനകത്തുണ്ട്. അതായത് ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ടെക്നോളജി ആയിരുന്നു റഡാർ. പക്ഷെ ഇവരുടെ കൈവശം യാതൊരു രീതിയിലുള്ള റഡാർ ഡേറ്റ ഇല്ല. അതായത് ഇവർ റഡാർ ഡേറ്റ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം 2000 കിലോമീറ്ററോളം റേഡിയസിലുള്ള ആൾക്കാരുടെ വിഷ്വൽ ടെസ്റ്റിമോണീസ് ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ കോൺക്രീറ്റ് എവിഡൻസ് എന്ന് പറയുന്നത്. ഇവിടെ മെഷർ ചെയ്യപ്പെട്ട സയന്റിഫിക് ഡാറ്റ എന്നൊക്കെ പറയുന്നത് അത് ജസ്റ്റ് ഒരു ക്വാണ്ടിറ്റി മാത്രമാണ്, നമുക്ക് അനലൈസ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമായിരുന്നു. പക്ഷേ ഇതിനെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്ന ഒരുപാടധികം ആൾക്കാരുണ്ട്. അതാണ് ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഡാറ്റ. അങ്ങനെ ഈ സയന്റിഫിക് കോൺഫറൻസ് എത്ര മുന്നോട്ട് പോയിട്ടും ഇവർക്ക് ഇത് എന്താണെന്നുള്ളതിന്റെ കറക്റ്റ് ഡെഫിനേഷൻ പറയാൻ കഴിയുന്നില്ല. ഇപ്പൊ ശാസ്ത്രീയമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറയും, അപ്പോൾ അതിന് ഒപ്പോസിഷൻ ആയിട്ട് വേറെ എന്തെങ്കിലും ഒരു ചോദ്യം വരും, അപ്പൊ അത് അവിടെ ക്യാൻസൽ ചെയ്യും. പിന്നീട് വേറെ എന്തെങ്കിലും വരും, പിന്നീട് ഇതേപോലെ ഒരു ചോദ്യം വരും, അപ്പൊ അവിടെ ക്യാൻസൽ ആവുന്നു. അപ്പോൾ ഇത് മൊത്തത്തിൽ കുഴഞ്ഞു മറിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇൻ കൺക്ലൂഷൻ ഇത് എന്താണെന്നുള്ളത് ഇവർക്ക് ആർക്കും തന്നെ അറിയില്ല. അങ്ങനെ ഈ കോൺഫറൻസ് അവസാനിച്ചത് ഒരു ഒഫീഷ്യൽ വേർഡിക്റ്റോടെയാണ്. നോ ഒഫീഷ്യൽ ഫൈൻഡിങ്സ് എന്നാണ് അവർ ആ ഒരു സംഭവത്തിലൂടെ പറയുന്നത്. പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ ഇത്രയും നാളും വീഡിയോസിൽ പറഞ്ഞ അതേ കാര്യം തന്നെ ഇത് ഇവർക്ക് എന്താണെന്നുള്ളത് മനസ്സിലാവുന്നില്ല. ഇനിയിപ്പോ ഇതൊരു ഇൻസഫിഷ്യന്റ് ഡാറ്റയുടെ പ്രശ്നമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ആ കാലഘട്ടം ആയതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ നമ്മുടെ ടെക്നോളജി ഉപയോഗിച്ച് കിട്ടാവുന്ന ഒട്ടുമിക്ക ഡാറ്റ നമ്മൾ എടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു സംഭവത്തിന്റെ വെലോസിറ്റിയും അതിന്റെ കളറും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളെ ശരിക്കും വിലയിരുത്തണമെങ്കിൽ ഇത്രയും ഡാറ്റയൊന്നും പോരാ. ഇതേ സംഭവം 2026 വച്ചാണ് നടന്നിരുന്നെങ്കിൽ ഇവരുടെ കൈവശം ഒരുപാടധികം ആധുനികമായിട്ടുള്ള ടെക്നോളജിയും ആധുനികമായിട്ടുള്ള ക്യാമറാസ് ഒക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർക്ക് വേണ്ടുവോളം ഡേറ്റ കളക്ട് ചെയ്യായിരുന്നു. അതാണ് ഞാൻ മിക്കപ്പോഴും പറയാറുള്ളത്. ശരിക്കുമുള്ള കഥ എന്താണെന്ന് മനസ്സിലാക്കാതെ ഒരുപാട് ആളുകൾ സയൻസിനെ മാത്രം വിശ്വസിച്ചുകൊണ്ട് അതിനെ മാത്രം കോട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ സംസാരിക്കും. അത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ലിമിറ്റ് വരെ ശരിയാണ്. പക്ഷെ ഇവർ പറയുന്നത് മാത്രമാണ് ശരി എന്ന് വിശ്വസിക്കുന്നത് വലിയൊരു മണ്ടത്തരമാണ്. ബേസിക്കലി ഞാനും പണ്ട് UFO എന്നൊക്കെ പറയുന്നത് വെറും ഒരു തള്ളാണെന്ന് മാത്രം വിശ്വസിച്ച് നടന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഇപ്പോൾ അതങ്ങനെയല്ല. ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ പഠിക്കുമ്പോഴും ഒരുപാട് അധികം കേസുകളൊക്കെ നമ്മൾ വായിക്കുമ്പോഴാണ് ഇതിന്റെ സീരിയസ്നെസ് എന്തോരം ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ രാജ്യത്തുള്ള ആൾക്കാർക്ക് സ്പൂൺ ഫീഡിങ്ങിന്റെ ഒരു കുഴപ്പമുണ്ട്. അതായത് ചെറുപ്പകാലം മുതലേ നമുക്ക് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ വായിൽ വെച്ച് തരുന്ന രീതിയിലാണ് നമ്മുടെ സ്കൂൾ സിസ്റ്റംസ് ഒക്കെ എഡ്യൂക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവർ പറയുന്ന അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് വിശ്വസിക്കുള്ളൂ. അതിലാണ് ശരിക്കും ട്രൂത്ത് എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തെയാണ് ഇവരെല്ലാവരും വാർത്തു വെച്ചിരിക്കുന്നത്. അതിന്റെ പ്രശ്നമാണ് ശരിക്കും ഇത്. ഇപ്പൊ ആർക്കും ഒരു കുഴപ്പമുണ്ടാവില്ല, പക്ഷേ ഈ ഒരു സംഗതി ഒരു പ്രശ്നമാവുമ്പോഴാണ് ആൾക്കാർ ഇതിന്റെ റിയാലിറ്റി ശരിക്കും റിയലൈസ് ചെയ്തു തുടങ്ങുന്നത്. UFO എന്ന് പറയുന്ന ടോപ്പിക് ബോറാണെന്നും ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ റിപ്പീറ്റ് അടിച്ച് പറയുന്നുണ്ട് എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് ഇപ്പൊ തോന്നുന്നുണ്ടായിരിക്കാം. പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോൾ മിക്കവാറും നിങ്ങൾക്ക് പ്രായമാവുന്ന ഒരു സമയത്ത് ഈ വീഡിയോ, ഞാനിപ്പോൾ ചെയ്തിരിക്കുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾ വീണ്ടും വാച്ച് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. എന്തൊക്കെ തന്നെയായാലും ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ സയൻസിന്റെ ഫ്ലോസിനെ ചോദ്യം ചെയ്യുന്ന ഒരു ചാനൽ മലയാളത്തിലുണ്ടോ എന്നുള്ളൊരു കാര്യം എനിക്കറിയില്ല. ഇനിയിപ്പോ കോൺഫറൻസ് ഓൺ ഏരിയൽ ഫിനോമിന എന്ന് പറയുന്ന ഒരു PDF നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് ഡയറക്ട്ലി പെന്റഗന്റെ വെബ്സൈറ്റിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ അത് വായിച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ഗവൺമെന്റ് തലത്തിൽ നടക്കുന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും കൊടുക്കാം, പറ്റുമെങ്കിൽ ഒരു കമന്റും കൂടി ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് ഞാൻ അടുത്ത വീഡിയോ കാണാം.